എന്തായാലും കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. കാരണം നിങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയാനുള്ളൊരു അവസരം കൂടി കിട്ടുക. ഈ സിനിമയിലെ ഈ ഫൈറ്റ് സീൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഷൂട്ടിന്റെ സമയത്താണെങ്കിൽ അത് കാണാൻ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആയിരിക്കും. ടി വിയിൽ ഒരു ആക്ഷൻ മൂവി കാണുമ്പോഴും നമ്മൾ ഭയങ്കര ത്രില്ലായിരിക്കും. അപ്പൊ അന്നത്തെ ഒരു ഫൈറ്റ് സീൻ എങ്ങനെയായിരുന്നു? ഇപ്പൊ കുറച്ചും കൂടി റോപ്പും അതും ഇതും മറ്റു സംഭവങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അഡ്വാൻസ് വെരി പെയിൻഫുൾ. നമ്മൾ വർക്ക് ചെയ്ത് അന്നത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കാറൊന്നും ഓടിക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അന്നത്തെ ഫൈറ്റ് കുറച്ചും കൂടി റിസ്ക് ആണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. കാരണം ആണുങ്ങളോട് ഞങ്ങള് പെണ്ണുങ്ങളെ കൊണ്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ആണോ? ചേച്ചി ചെയ്തിട്ടുണ്ടോ? ക്രോസ്പെൽ മണിസാറിന്റെ പടത്തില് എന്റെ ദൈവമേ, ത്യാഗരായ മാഷ്, ഏറ്റവും പ്രസിദ്ധനായ മാഷാണ് ത്യാഗരായ മാഷ്. അന്ന് ഇതുപോലെ ഈ പെൺപടക്കകത്ത് നമ്മുടെ പഴയ വിജയമുള്ളത്, അവരൊക്കെ മറ്റേ ആക്ഷൻ ഹീറോയിൻസ് ആണ് അന്നത്തെ. പിന്നെ ഇന്നത്തെ പലരുടെയും പേര് പറഞ്ഞാൽ മോഹച്ചിരി വരും. ഞാനുണ്ട്, നമ്മുടെ ലിസി, ഒരുപാട് പേര്, നായികമാര് പലരും ഉണ്ട്. പിന്നെ എല്ലാരും ഉണ്ട്. ഞങ്ങള് എല്ലാരും കുതിരപ്പുറത്താ സവാരി. അതിനൊരു 10 ദിവസം ട്രെയിനിങ്. എന്റെ അതൊക്കെ സിമ്പിൾ അല്ലേ? 10-20 പേര് കുതിരപ്പുറത്ത് വരുന്നത്, മരത്തിന്റെ മണ്ടയിലും ഒക്കെ ക്യാമറ വെച്ചെടുക്കാം. വരുന്നു, ചാടുന്നു. ഞങ്ങള് ശ്രീല, നമ്മുടെ ശ്രീല ഒരു ചാരം കൂട്ടിയിട്ടിരിക്കുന്ന ഒരു വലിയ കൂരയുടെ മണ്ടയ്ക്കൊന്ന് ഞങ്ങൾ രണ്ടും കൂടി ഉരുളുക. ത്യാഗരാജ സലമാ ആക്ഷൻ சொல்லும்போது കറക്റ്റ് அப்படியே വിളുந்து ഉരുണ്ട് കീഴെ വരണമെന്ന് പറഞ്ഞാൽ കീഴെ വന്നിരിക്കണം. വേറെ ഒരു നിവർത്തിയില്ല. എൻ്റെ ദൈവമേ, അതൊക്കെ ചെയ്ത് താഴെ വന്നപ്പോൾ ഈ ചാരത്തിനകത്ത് ഏതാണ്ടൊക്കെ കിടപ്പുണ്ടായിരുന്നു. കയ്യും കാലും ഒക്കെ മുറിഞ്ഞ്. ആണുങ്ങൾക്ക് പിന്നെയും കുഴപ്പമില്ല, ഞങ്ങളെന്തോ ചെയ്യും. അങ്ങനെ നമ്മൾ വരെ സ്റ്റണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒന്നും അധികം ഇല്ല, ഇപ്പൊ വളരെ കുറവാണ് അങ്ങനെ ഫീമെയിൽ സ്റ്റണ്ട് ചെയ്യുന്നതൊക്കെ വളരെ കുറവാണ്. ഈ സുഖുവേട്ടൻ ഫൈറ്റ് കഴിഞ്ഞൊക്കെ വരുമ്പോ ചേച്ചി പറയാറ് ഇതൊന്നും വേണ്ട. അതല്ല, സുഖേട്ടനെ അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് ഒരു കാര്യം എല്ലാവരും, നമ്മുടെ ബാലങ്കേനാരി ഏട്ടൻ പോലും പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം. സുകുമാരൻ ഇടിക്കുന്ന കണ്ടാൽ നമുക്ക് ഏരി കിടി കൊണ്ടെന്ന് തോന്നും, പക്ഷെ കറക്റ്റ് ടൈമിംഗ് ആണ് എൻ്റെ പൊന്നു മല്ലിക. അവൻ്റെ ഇങ്ങനെ കൊണ്ടതുപോലൊക്കെ തോന്നും, പക്ഷെ കൊള്ളത്തില്ല. ജയന്റെ കാര്യമായപ്പോൾ ജയന്റെ ഒരു ഫൈറ്റ് സീനിൽ ഞാൻ ജയിക്കാനായി ജനിച്ചവൻ. ഞാൻ നസീർ സാറിന്റെ പെങ്ങള്. പുള്ളി ഏതാണ്ട് ഓടിളക്കി താഴെ വന്ന് എന്നെ കയറി ഈ പറഞ്ഞ എൻ്റെ തൊട്ട് ഉപദ്രവിക്കാൻ വരുന്ന രംഗമുണ്ട്. അപ്പം നസീർ സാറ് വരുന്നു, ഫൈറ്റ് ചെയ്യുന്നു. അന്നാണ് ഞാൻ നസീർ സാറും ജയനുമുള്ള ഫൈറ്റ് കാണുന്നത്. സത്യം, ജയന് ഒന്നാമത് ഈ ബോഡി ഇങ്ങനെ, അത് ആ ഫിഗർ അങ്ങനെ നിൽക്കുക വേണം, പൊരിഞ്ഞടി രണ്ടുപേരും കൂടെ. അപ്പൊ ഞാനിങ്ങനെ അയ്യോ ചേട്ടാ വേണ്ട, ഇങ്ങനെയൊക്കെ അത്ര ചെയ്താൽ മതി, നമുക്ക് വേറെ ഒന്നുമില്ല, ഈ വിളിയേ ഉള്ളൂ, മാറി എന്നുകൊണ്ട്. അങ്ങനത്തെ അതൊക്കെ നോക്കുമ്പോ അവർക്ക് അന്നും ഒരു ഡ്യൂപ്പും ഇല്ല. നസീർ സാർ പോലും പറയത്തില്ല അന്നും അങ്ങനൊന്നും ഇല്ല. ഈ പറഞ്ഞ പോലെ മോളിൽ നിന്നൊക്കെ ചാടലും പിടിക്കലും ഒക്കെ വരുമ്പോ മെത്തയും അത് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നല്ലാതെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവരൊരു തന്നെ ചെയ്യും, പോവും. ഈ നിങ്ങളുടെ സൗഹൃദങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയാം. നിങ്ങൾ ആ മദ്രാസ് ജീവിതത്തില് ഒരുപാട് കൂട്ടുകാരും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പൊ ഇല്ല അല്ലേ ജോസേ? സത്യം, അതൊരു കുടുംബമായിരുന്നു. നസീർ സാറിന്റെ കൂടെ ഒക്കെ നസീർ സാറ്, അടൂർ ഭാസി സാറ്, ബഹദൂർക്ക, ആ ഗ്രൂപ്പ് ഇങ്ങനെ സ്ഥിരമായിട്ട് പടങ്ങളിലുണ്ടല്ലോ, അവരുടെയൊക്കെ കൂടെ. പിന്നെ ഇവരൊക്കെ ഹീറോമാരായിട്ട്. കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫില് ഒരു മെഴ്സിഡസ് ബെൻസ് കാറിൽ, ശരിയാ, സാറിന്റെ എൻ്റെ ഫസ്റ്റ് ഫിലിം സമുദ്രം എന്ന് പറഞ്ഞൊരു പടം ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ സാർ എന്നോട് ചോദിച്ചു, ജോസ് ഒന്ന് വീട്ടിലോട്ട് വരുന്നോന്ന് ചോദിച്ചു. സാറ് വിളിക്കാൻ വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്തു. അപ്പം ശരി, ഓക്കെ, സാറിൻ്റെ കൂടെ I'll be going in a chauffeur-driven car, Mercedes Benz. അങ്ങനെ എന്തോ ആണ് നമ്പർ. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ബെൻസിൽ കയറുന്നത്. സാറിന്റെ വീട്ടിൽ സാറിന്റെ മെഴ്സിഡസ് ബെൻസിൽ പോവാണ്. അന്ന് വീട്ടിൽ കൊണ്ട്, അന്നാണ് ആദ്യമായിട്ട് ഷാനുവിനെ പരിചയപ്പെടുന്നത്. ഈവൻ ടുഡേ വി ആർ ഫ്രണ്ട്സ്. കഴിഞ്ഞ ആഴ്ച ഞാനിപ്പോ ഈ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, സാറിന്റെ അവിടെ നിന്ന് വൈകിട്ട് 6 മണിക്ക് ഒരു ടിഫിൻ കൊണ്ടുവരും. സാറൊരു 3-4 കഴിക്കുമെങ്കിലും ഒരു 8-10 അതിൽ കാണും. പക്ഷേ 20 പേര് ചുറ്റും കാണും. സാറ് അവസാനം സാറിന് കിട്ടത്തില്ല. ഈ മുറിച്ച് ഈ 20 പേർക്ക് സാറ് വിട്ടിട്ട് അതും കുഴപ്പമില്ല, ഞാൻ ഊണ് കഴിക്കാൻ താമസിച്ചു, ചുമ്മാതോ താമസിച്ച് എനിക്ക് വിശപ്പില്ല. എന്നാലും പിന്നെ ഞങ്ങളല്ലേ, അയ്യോ സാറേ കഷ്ടമുണ്ട്, ഒരെണ്ണം സാറ് കഴിച്ചാട്ടെന്നൊക്കെ എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും ഒന്നിച്ചിരുന്നു. അതുപോലെ ഞങ്ങൾ ഔട്ട്ഡോറൊക്കെ സേലം, ഏർക്കാടൊക്കെ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണുങ്ങൾ വിളിക്കും, മല്ലിക നീ വല്ലതും കഴിക്കാനുണ്ടായിക്കൊണ്ടിരിക്കുക. ഞാൻ എന്താ വേണം, അല്ല ഞാൻ ഉണ്ണിയപ്പം എടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരും അച്ചാറ് പിക്നിക്ക് പോകുന്ന പോലെയാണ്. ഇപ്പം വിളിച്ചിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ കാര്യം പോയിട്ട് വരുന്നത് പോലും നമ്മൾ അറിയത്തില്ല.
ഇതുണ്ടായിരുന്നോ പടത്തിലെന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പോഴായിരിക്കും പിന്നെ അന്ന് ഈ ക്യാരവൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഫ്രീ ടൈം കിട്ടിയ ഒരുമിച്ച് ഞങ്ങൾ ഒന്നിച്ച് വൈകിട്ട് ഷൂട്ടിങ്ങിൽ എന്ന് പറഞ്ഞാൽ സിനിമ കാണാൻ പോകും, അടുത്തുള്ള തിയേറ്ററിൽ ബീച്ചിൽ പോകും, എല്ലായിടത്തും പോയിരുന്നു. ആൻഡ് വീടുകളിലാണെങ്കിലും ഇതുപോലെ ഗെറ്റ് ടുഗദർ ഒക്കെ വെക്കാറുണ്ടല്ലേ? തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പാവം KPS ലളിത ചേച്ചിയുടെ വീട്ടില്. ലളിത ചേച്ചിയുടെ വീട്ടില് അന്ന് ഈ കൊഞ്ച് വെച്ചൊരു ചമ്മന്തി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. കൊഞ്ച് ചമ്മന്തി, കടുമാങ്ങ, ചേച്ചി എല്ലാം ഈ നാട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരും. അത് ശരി. അപ്പൊ ഇത് പറഞ്ഞ് ഞങ്ങളെയൊക്കെ ഇങ്ങനെ കൊതിപ്പിക്കും. വൈകുന്നേരം കപ്പ വലിയ വരണം കപ്പ പുഴുങ്ങിയതുണ്ട്, മറ്റേ മീൻകറിയുണ്ട്, പിന്നെ കൊഞ്ച് ചമ്മന്തി ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങള് കുറേ പേര്, മീന ചേച്ചി അടക്കം ഒരു 5-6 പേര് അവിടെ. അതുപോലെ ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ അങ്ങനെയുള്ള ഒരു ഒന്നും ഇപ്പം ഇല്ല.